വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. സ്വീറ്റ് ബനാന ഫില്ലിംഗ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കാഷ്നട്ട്സും കിസ്മിസും ഒന്ന് വറുത്തെടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ നെയ്യൊന്ന് നല്ലപോലെ ഒന്ന് മെൽറ്റായിട്ട് വരണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരിക്കലും നമ്മൾ കാഷ്നട്ട്സും കിസ്മിസും ഫ്രൈ ചെയ്തെടുക്കരുത്. കാരണം പെട്ടെന്ന് തന്നെ നമ്മുടെ കാഷ്നട്ട്സൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ കാഷ്നട്ട്സും കിസ്മിസും ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മുടെ നെയ്യിപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കാഷ്നട്ട്സും കിസ്മിസും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇതൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റി വയ്ക്കാം. ഇനി ഈ സെയിം പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് തേങ്ങ ചിരങ്ങിയത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ തേങ്ങ അധികം ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ തേങ്ങ ഇട്ടതിന് ശേഷം നമ്മൾ എപ്പോഴും ഫ്ലെയിം കുറച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മുടെ തേങ്ങ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മുട്ടയാണ്. അപ്പോൾ മുട്ട ചേർക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ തേങ്ങ ചെരുകിയെടുത്ത് സൈഡിലോട്ട് ഒതുക്കി വെച്ചതിന് ശേഷം ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഈ മുട്ടയും തേങ്ങയും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്നട്ട്സും കിസ്മിസും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഷുഗറാണ്. ഞാനിവിടെ 2 ടീസ്പൂൺ ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഷുഗറിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഞാൻ 2 ഏലക്ക ചതച്ചതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏലക്ക ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടിച്ചതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. ഞാനിവിടെ നല്ലോണം പഴുത്ത നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഓരോ നേന്ത്രപ്പഴത്തിൻ്റെയും നടു ഇതുപോലെ ചീന്തി നമുക്ക് ഫില്ല് ചെയ്യാൻ പാകത്തിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലോട്ട് വേണം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് നിറച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഓരോ പഴവും എടുത്തിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് തുടങ്ങാം. എല്ലാം ഞാൻ ഇതുപോലെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഓപ്പൺ ആയിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, നമ്മൾ ഫില്ല് ചെയ്ത ഭാഗം, അത് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ മൈദയിൽ ഒരല്പം ഉപ്പും വെള്ളവും ചേർത്ത് ഇതുപോലെ പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് വേണം നമ്മൾ ആ ഓപ്പൺ ആയിരിക്കുന്ന ഭാഗം കവർ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഓരോ പഴം എടുത്തിട്ട് കവർ ചെയ്ത് തുടങ്ങാം.
ഇപ്പോൾ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണ ഒന്ന് നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് പഴം ഇട്ട് കൊടുക്കാം. അപ്പോൾ പഴം ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇടാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പഴത്തിൻ്റെ പുറം ഭാഗമൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. വെളിച്ചെണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് പഴം ഇട്ട് കൊടുക്കാം. ഈ പഴത്തിൻ്റെ പുറം ഭാഗം മൊത്തം ഒന്ന് ചെറിയൊരു ബ്രൗൺ കളറായി വന്നാൽ മാത്രം മതി. പഴത്തിൻ്റെ എല്ലാ സൈഡും തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സ്വീറ്റ് ബനാന ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. വളരെ സ്വീറ്റാണ്, അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.